കൊടുങ്ങല്ലൂരിൽ തകർത്തോണത്തിന് രണ്ടാം ദിനവും ആവേശത്തുടക്കം. രണ്ടാം ദിനത്തെ സാംസ്കാരികോത്സവം ജെൻസിയുടെ വർണ്ണശബളമായി ആഘോഷിച്ചു. റോഡ് വികസനത്തിന് നിർണായക പ്രഖ്യാപനവുമായി ഉദ്ഘാടകനായി എത്തിയ ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ കയ്യടി ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂരിൽ തകർത്തോണത്തിന്റെ രണ്ടാം ദിനം സാംസ്കാരികോത്സവം ജെൻസിയുടെ വർണ്ണശബളമായ പരിപാടികളോടെ നടന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏതായാലും കൊടുങ്ങല്ലൂരിന് പ്രത്യേക പരിഗണന ഉണ്ടാവും. അതുപോലെ കളമശ്ശേരിക്കും ഒരു പ്രത്യേക പരിഗണന സ്പോർട്സിന്റെ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. കാരണം കുഴൂർ പഞ്ചായത്തല്ലേ, കുഴൂർ പഞ്ചായത്ത് അവിടെ നിന്നൊരു പാലം അപ്പുറത്തേക്ക് ഇപ്പോൾ പ്രൊപ്പോസൽ ഉണ്ട്, അങ്ങോട്ട് പോണതാൽ ഞങ്ങളുടെ കുന്നുകര പഞ്ചായത്തിലെ കുത്തിയതോടായി എന്ന് പറഞ്ഞാൽ കളമശ്ശേരി നിയോജക മണ്ഡലമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന ആളുകളാണ്. തൊട്ടപ്പുറത്ത് പറവൂര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട്, ഇവിടുന്ന് അപ്പുറത്തേക്ക് അങ്കമാലിയിൽ റോജി എം ജോണുണ്ട്. അപ്പോൾ 4 മന്ത്രിമാർ ഇങ്ങനെ അടുത്തടുത്ത് ഉള്ള ഒരു പ്രദേശമാണ്. അതിൻ്റെ ഗുണം കൊടുങ്ങല്ലൂരിനും കളമശ്ശേരിക്കും അങ്കമാലിക്കും ഒക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൊടുങ്ങല്ലൂരിൽ താറുമാറായി കിടക്കുന്ന കൂടുതൽ റോഡുകൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഉൾപ്പെടുത്തി നവീകരിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. കൊടുങ്ങല്ലൂർ ജനതയ്ക്കുള്ള ഓണസമ്മാനമാണ് മന്ത്രി പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത്. ചടങ്ങിൽ മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷനായി. രമേശ് പിഷാരടി MLA മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വിദേശ ബിസിനസ് മേധാവി CP സാലിഹിനെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. PD ജോസ്, EV സജീവ്, TM നാസർ തുടങ്ങിയവരും വിവിധ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബാങ്ക് പ്രസിഡന്റുമാർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് നടന്ന സൈനോര ടീമിന്റെ സംഗീത വിരുന്ന് കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക രാവിന് ആവേശം പകർന്നു. സംഗീതത്തിന്റെ താളത്തിൽ തകർത്തോത്സവത്തിന്റെ രണ്ടാം ദിനവും കൊടുങ്ങല്ലൂർ ആഘോഷമാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.